എന്തുകൊണ്ട് എന്നുള്ളത് നിലവിലുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾക്കും അറിയാം, പുരുഷന്മാർക്കും അറിയാം, വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ വഴി കിട്ടിയിട്ടില്ലേ? പ്രവാചകന്മാർക്കല്ലേ വഴി കിട്ടുള്ളൂ? അല്ല, തേനീച്ചക്ക് വഴി കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നഹ്ലിൽ 16-ാമത്തെ സൂറത്തിൽ ഖുർആൻ പറഞ്ഞതാണ്, തേനീച്ചകൾക്ക് നാം വഹി കൊടുത്തു. അപ്പൊ തേനീച്ചകൾ പ്രവാചകന്മാരാണോ? അല്ല. അപ്പോ ഇവിടെ വഹി കൊടുത്തു എന്നാൽ ആർക്ക്? മൂസ നബിയുടെ ഉമ്മാക്ക്. എന്താ വഹി? വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. നീ പേടിക്കണ്ട, ദുഃഖം ഉണ്ടാവണ്ട. ദുഃഖം ഉണ്ടാകും, സ്വാഭാവികമാണ്. തള്ള 9-10 മാസം നൊന്ത് വേദന അനുഭവിച്ച് പ്രസവിച്ചു. ആ പെറ്റുവീണ കുട്ടിക്ക് കരച്ചിലധികമാകുമ്പോൾ തന്നെ മാതാവിന്റെ ഹൃദയം പിടക്കും, അല്ലേ? അപ്പോ പെട്ടിയിലാക്കി ഒഴുക്കി എന്ന് പറഞ്ഞാൽ ആ വേദന പറയാണ്ടതില്ല. അവിടെയാണ് ഖുർആന്റെ പ്രഖ്യാപനം വലാ തഖാഫി വലാ തഹ്സനി എന്ന് അവിടെ പറഞ്ഞു. നീ പേടിക്കണ്ട. എന്താ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ഒരു ക്രോസ് അവിടെ വെച്ചു, ഒരു ഡിബേറ്റ് അള്ള വെക്കുകയാണ്. അന്നൊരു കാര്യം പറയുമ്പോ ഒന്നും കാണാതെ പറയില്ല എന്നൊരു പ്രയോഗമുണ്ട്. അള്ള പറഞ്ഞത് ഇന്നാ റാദൂഹു ഇലൈകി, ഞാൻ നിനക്ക് തിരിച്ചു തരും. അതൊരു കണ്ടീഷനാണ്. അള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ള പൂർത്തിയാക്കും എന്നുള്ള കൃത്യമായ ബോധം ആർക്കുണ്ടായിരുന്നു? മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്കുണ്ടായിരുന്നു. നമുക്ക് ഇല്ലാതെ പോയത് ആ ഒരു പ്രശ്നമാണ്. പല പ്രാർത്ഥനകളും നാം പഠിക്കുന്നു. ആ പ്രാർത്ഥന ഇന്നതിന് പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ ആണോ 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 എന്ന സംശയം വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും റഹ്മത്തും നിഅമത്തും ഇല്ലാതെ പോകുന്നത്. അപ്പൊ തവക്കുലിന്റെ പൂർണ്ണമായ രൂപം ഇവിടെ പഠിപ്പിക്കുകയാണ്. വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മാത്രല്ല, ഇവനെ നബിയാക്കും, ഭാവിയിൽ പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തുമെന്നാണ്. പ്രവാചകനായി എന്ന് മാത്രമല്ല, ഉലുൽ അസ്മുകളിൽ പെട്ടവരായി മൂസ നബി അലൈഹിസ്സലാം. എന്താ ഉലുൽ അസ്മു എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ? 5 നബിമാരാണ് ഉലുൽ അസ്മു, മനക്കരുത്തുള്ള പ്രവാചകന്മാർ, അല്ലെ? മൂസ നബി, നൂഹ് നബി, ഈസ നബി, ഇബ്രാഹിം നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ 5 നബിമാരിൽ ഒരാളാരാ? മൂസ നബിയാണ്, മനക്കരുത്തുള്ള പ്രവാചകനായി എന്നാണ്. വലഖദ് ഫതന്ന എന്ന് സൂറത്ത് താഹയിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം മൂസ നബിയെ വല്ലാതെ പരീക്ഷിച്ചിരുന്നു എന്നാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ, ഒന്നല്ല രണ്ടല്ല, ഒരുപാട് പരീക്ഷണങ്ങൾ കിട്ടിയ നബിയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം.